എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടേക്ക് വീഡിയോ ക്യാമറ കടത്തിവിടാത്തതിനാൽ ഇന്ന് ഞങ്ങൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും 18 കിലോമീറ്ററോളം ദൂരത്തിൽ പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ ഒരു മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1337 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പ്രത്യേകം അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിലോ പ്രത്യേക വാഹനങ്ങളിലോ കാടിനുള്ളിലൂടെ 14 കിലോമീറ്റർ നടന്നോ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. 2025 മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം മെയ് 12 നടക്കുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്ന് ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരി നിർദ്ദേശിച്ചിരുന്നു. ട്രാക്ടറുകളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അനുവദിക്കില്ല. വൈകിട്ട് 5-ന് ശേഷം ക്ഷേത്ര പരിസരത്ത് ആരും തുടരാൻ പാടില്ല. ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റു ഭക്ഷണങ്ങളോ അനുവദിക്കില്ല. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് RTO പാസ് നൽകും. RTO നൽകുന്ന പ്രത്യേക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിക്കണം. ഡ്രോൺ ഉപയോഗം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. മലയാളത്തിലും തമിഴിലും ദിശാസൂചക ബോർഡുകളും അനൗൺസ്മെന്റുകളും ഇവിടെ ഉണ്ടാവും. ഈ ഉത്സവ ദിവസമല്ലാതെ മറ്റൊരു ദിവസവും ആരെയും വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയില്ല. മംഗളാദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരള വനം വകുപ്പിന്റെ കർശന നിയന്ത്രണത്തിലാണ്. ധാരാളം വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ പ്രദേശങ്ങൾ. ഇവിടെ ആന, കടുവ, കാട്ടുപോത്ത്, മാൻ തുടങ്ങി ധാരാളം മൃഗങ്ങളെ നമുക്ക് ഈ കാഴ്ചയിൽ കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് ഈ യാത്രയിൽ കുറെ കാട്ടുപോത്തുകളെ കാണാൻ സാധിച്ചു. ആക്രമിക്കില്ലല്ലോ അല്ലേ? ഉത്സവ ദിവസം കണ്ണകി ട്രസ്റ്റ് തമിഴ്നാട്, ഗണപതി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് കുമളി എന്നിവർ സംഘാടനത്തിന് നേതൃത്വം നൽകുന്നു. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. പുരാതന ചേര ശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ണകി ഇവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും പറയപ്പെടുന്നു. ഇങ്ങോട്ടുള്ള 14 കിലോമീറ്റർ യാത്ര വളരെ ആസ്വാദികരമാണ്. പ്രത്യേകം ജീപ്പുകളിൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിലൂടെ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ഇടുങ്ങിയ പാതകളിലൂടെ വളരെ ശ്രദ്ധിച്ച് നല്ല ഡ്രൈവർമാർക്ക് മാത്രമേ ഇതിലെ വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യവാസമില്ലാതിരുന്ന കൊടും കാടിനുള്ളിലുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായത് സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും ലഭ്യമല്ല.
വർഷത്തിൽ ഒരു ദിവസം മാത്രം, അതായത് ചിത്രാ പൗർണമി ദിവസത്തിൽ മാത്രമാണ് ഇവിടെ പൂജയുള്ളത്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ചിത്രാ പൗർണമി ഉത്സവം വളരെ പ്രസിദ്ധമാണ്. അന്നേ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നു. ഉത്സവത്തിന് പ്രത്യേക പൂജകൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തുടരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം. ദക്ഷിണേന്ത്യയെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള SN സദാശിവന്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവമതക്കാരായ ചോള മറവപ്പടയുടെ ആക്രമണത്തിലാണ് നശിപ്പിക്കപ്പെട്ടത്. 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാരുടെ ആജ്ഞയാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവസന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിന്റെ മറവ സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും ചെയ്തു എന്ന് കരുതപ്പെടുന്നു. മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെയും ഉദ്യോഗസ്ഥരാണ്. ഉത്സവത്തിനു മുമ്പുള്ള ചർച്ചകളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് പരിസ്ഥിതി വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കണമെങ്കിൽ ചിത്രാ പൗർണമി ദിവസം നിങ്ങൾ മംഗളാദേവി ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി. അന്നേ ദിവസം കുമളിയിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ള 14 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്ര ഏവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നതുമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷലതാദികളുടെ ഇടയിലൂടെ വന്യമൃഗങ്ങളെയും കണ്ട് വളരെ തണുപ്പ് നിറഞ്ഞൊരു കാലാവസ്ഥയിലൂടെയുള്ള യാത്രയാണ് ഇത്. വാഹനങ്ങളിലൂടെ അല്ലാതെയും നടന്നു പോകുന്നവരും ഈ യാത്ര പരമാവധി ആസ്വദിക്കുന്നു. കാരണം അത്രയും ഭംഗിയാണ് ഇടുക്കി ജില്ലയ്ക്ക്, പശ്ചിമഘട്ടത്തിന്.